അൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സാരി ബ്ലൗസിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് നോക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റും വെസ്റ്റും ഒരേ വണ്ണമായിരിക്കും. അതായത് വണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനത്തെ ബ്ലൗസ് വെട്ടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ഇതാണ് തുണി. ഇത് 1.10 ഉണ്ട്. നമുക്ക് ആദ്യം കൈ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തുണി 4 മടക്കിയിട്ടു. ഇങ്ങനെയാണുള്ളത്. നമ്മൾ 4 മടക്കിയിട്ടു. കൈ എടുക്കാൻ പോവാണ്. കൈയുടെ ആദ്യം നമുക്ക് വെട്ടി മാറ്റാം. അപ്പോൾ അടിവശം ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 4.5 കിട്ടുന്നത്. അതിനായിട്ട് നമുക്ക് ഇത് പടി മടക്കി തയ്ക്കാനും തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 2.5 ഇഞ്ച് കൂടുതലെടുക്കണം. അപ്പോൾ നമ്മൾ 4.5 നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടണം. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച്, അതായത് 7 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മളെടുത്തു 7 ഇഞ്ച്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് വണ്ണമാണ് നോക്കേണ്ടത്. അപ്പം ഇത് 2 വിധത്തിൽ നമുക്ക് ശരീരത്തിൽ നിന്ന് എടുത്ത വണ്ണമാണ്. അപ്പോൾ 2 വിധത്തിൽ നമുക്ക് കൈയുടെ വണ്ണം കണ്ടുപിടിക്കാം. ഒന്ന് നമുക്ക് മുകളിലത്തെ വണ്ണം എത്രയോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ പകുതി കണ്ടിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ കൊച്ചിൻ്റെ കൈ വണ്ണം 11 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 13 വന്നു. നമുക്ക് 6.5 ഇഞ്ച് മുകൾ വശത്തെ വണ്ണമായിട്ട് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റ് വണ്ണത്തെ ബേസ് ചെയ്ത് നമുക്ക് കൈയുടെ വണ്ണം കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 30 ചെസ്റ്റ് വണ്ണം. അപ്പോൾ 30ൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ചാണ്. 7.5ൽ നിന്ന് 1 കുറയ്ക്കാം. നമുക്ക് 6.5 കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 6 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 9 ഇഞ്ചാണ് കൈവണ്ണം. അപ്പം നമുക്ക് 4.5 ഇഞ്ച് കൈവണ്ണമായിട്ട് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. ഇവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. ഇനി നമുക്ക് റിഗാൾ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ 30 റിഗാൾ ഷേപ്പ് എടുക്കുന്നത്, കൈവണ്ണം എടുക്കുന്നത്, ചെസ്റ്റ് വണ്ണം എടുക്കുന്നത്, അല്ലെങ്കിൽ കൈക്കുഴി എടുക്കുന്നത് എല്ലാം നമ്മൾ ചെസ്റ്റ് വണ്ണത്തെ ബേസ് ചെയ്തായിരിക്കും. നമ്മൾ 30ൻ്റെ 10 ഭാഗം, അതായത് ചെസ്റ്റ് വണ്ണം 30, 30ൻ്റെ 10 ഭാഗമാണ് നമ്മളിവിടെ റിഗാൾ ഷേപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് റിഗാൾ ഷേപ്പായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. വരയ്ക്കാം നമുക്ക്. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം, ഇത് 2 ഭാഗം എടുത്തിട്ട് 2 എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് വശം കട്ട് ചെയ്തിടണം. അപ്പോൾ ഇവിടെ നമുക്ക് നോച്ചിട്ട് വെക്കാം. നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ 2 മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നത് തയ്ച്ച് തീരുമ്പോൾ നമുക്ക് 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടിട്ട് നമ്മൾ പടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ട് നമ്മൾ 14.5 അടയാളപ്പെടുത്തും. നമുക്ക് വരയ്ക്കാം. അപ്പം ഈ കൊച്ചിൻ്റെ കഴുത്തിറക്കം നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത്. അപ്പം ഷോൾഡർ ഇതൊരു 13.5. അപ്പോൾ 13.5 നമുക്ക് 8 ഇഞ്ച് കഴുത്തിറക്കം വരുന്നതുകൊണ്ട് തന്നെ ഈ 13.5 നമ്മൾ 1.5 കുറയ്ക്കുന്നത്. 1.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 12 കിട്ടും. 12ൻ്റെ പകുതി 6 ഇഞ്ച്. 6 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ വീതിയായിട്ട് കൊടുത്തു. ഇനി നമുക്ക് കഴുത്തകലമാണ് കൊടുക്കേണ്ടത്. കഴുത്തകലം നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 2.25 കൊടുക്കും. ഒരു ചെറിയ ചെരുവുണ്ടാവും. അത് നമ്മൾ വരച്ചു. ഇനി യു വരയ്ക്കാം. ഇത്രയും നമുക്ക് യോജിപ്പിക്കേണ്ടതുള്ളൂ യുവിൽ.
നമ്മൾ ഇത്രയും വരച്ചു. ഇനി നമുക്ക് ഈ കൊച്ചിൻ്റെ ഷോൾഡർ വിരിവ് 13.5 പക്ഷേ ആം ഹോൾ റൗണ്ട് 14. അപ്പോൾ ഈ 14 ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആം ഹോൾ അതായത് കൈക്കുഴി നമ്മൾ എടുക്കാൻ. ഈ 6 തന്നെ എടുക്കുമ്പോൾ ഈ കൊച്ചിന് കൂടുതലായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 5.5 കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം നോക്കണം. നമ്മൾ 5.5 ഇഞ്ച് കൈക്കുഴി ഇറക്കം കൊടുത്തു. ഈ കൈക്കുഴി തന്നെ ഈ ഷോൾഡർ വിരിവ് തന്നെ അതായത് ഈ 6 ഇഞ്ച് തന്നെ കൊടുക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ആം ഹോൾ റൗണ്ട് 2 കൈയുടെയും 2 തരത്തിൽ, അതായത് ഒരു കൈക്ക് 15 ആണെങ്കിൽ ഒരു കൈക്ക് 15.5 വരുന്നത്, അതായത് 2 ആം ഹോൾ റൗണ്ടിലും അളവിൽ വ്യത്യാസം, അതായത് 16 ആയിരിക്കും, അപ്പം അടുത്ത ഇടത് കൈയുടെ 16.5 ആയിരിക്കും. അങ്ങനെ വ്യത്യാസം വരുന്നവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഷോൾഡർ തന്നെ കൈക്കുഴിയായിട്ട് അടയാളപ്പെടുത്തും. അപ്പോൾ ഇത് നമുക്ക് 2 കൈക്കും 14 ആയതുകൊണ്ട് ഇത് ആം ഹോൾ റൗണ്ടിനനുസരിച്ചാണ് നമ്മൾ കൈ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ചില സിറ്റുവേഷൻ നമുക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ കണക്കിൽ, അതായത് അളവിൽ വ്യത്യാസം, മെഷർമെൻറ്റിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കും. എന്നിട്ട് നമ്മൾ കൂടുതലുള്ള അളവായിരിക്കും നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പം അങ്ങനെ നമ്മൾ ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്തിട്ടാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം കൂടുതലുള്ളത് ആണ് നമ്മൾ ആം ഹോളിൻ്റെ അളവ് കൊടുക്കുക. എന്നിട്ട് കുറവുള്ള ആം ഹോൾ നമുക്ക് ടക്ക് കൊടുത്തിട്ട്, അതായത് ഫ്രണ്ടിൽ നമ്മൾ ടക്കിൻ്റെ വീതി കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ആം ഹോൾ കറക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതിപ്പം ഇടത് ആം ഹോളിന് ഒരളവും വലത് ആം ഹോളിന് വേറൊരളവാകുമ്പം ഇത് സെപ്പറേറ്റ് നമുക്ക് വെട്ടാൻ പറ്റില്ല. അപ്പം ഏതാണോ വലിയ ആം ഹോളിൻ്റെ അളവുള്ളത് അത് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ചെസ്റ്റ് അളവ് 30 ആണെന്ന് പറഞ്ഞു. 30ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 34 വന്നു. 34ൻ്റെ 4 വണ്ണം 8.5. ഈ 8.5 നമ്മളിവിടെ അടയാളപ്പെടുത്തിയാലും ഈ കഴുത്ത് നമുക്ക് ഈ ചെസ്റ്റ് അളവിൽ നിന്നും താഴേക്ക് നിൽക്കുന്നതുകൊണ്ട്, ഇതാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ ഈ ചെസ്റ്റ് അളവിൽ നിന്ന് താഴേക്ക് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ 4 ഇഞ്ച് പിന്നീട് നമ്മൾ തയ്ക്കാൻ നേരത്ത്, അതായത് സൈഡ് യോജിപ്പിക്കാൻ നേരത്ത് 4 ഇഞ്ച് ഇവിടെ കുറച്ച് കൊടുത്തിരിക്കണം. അതായത് കഴുത്ത് വെട്ടുമ്പോൾ ഈ കഴുത്ത് ഇച്ചിനായിട്ട് വിടരും, അന്നേരം ഇവിടെ ലൂസ് വരും. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് കുറച്ച് കൊടുക്കണം. അത് പിന്നീട് ചെയ്താൽ മതി, ഇപ്പം വേണ്ട. അപ്പോൾ നമ്മൾ 8.5 ഇഞ്ച് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് 25 അടിവശത്തെ വണ്ണം. അപ്പോൾ നമുക്ക് 6.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇത് ചെറിയ ആളായതുകൊണ്ട് വണ്ണമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്ര അടയാളപ്പെടുത്തി. ഇനി നമുക്ക് തയ്യൽത്തുമ്പാണ് വേണ്ടത്. നമുക്ക് തയ്യൽത്തുമ്പും കൂടെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഈ അളവിൽ നമുക്ക് ഇതിൻ്റെ പകുതി, അതായത് 14ൻ്റെ പകുതി 7 അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടും. 14ൻ്റെ കൂടെ 1/2 കൂട്ടുമ്പോൾ 14.5 വന്നു. നമുക്ക് 7.25 ഇവിടെ കിട്ടണം. അതായത് ആം ഹോളിന് ഒരേ അളവാണെങ്കിൽ നമ്മൾ ആം ഹോളിൻ്റെ അളവിലായിരിക്കണം കൈക്കുഴി കൊടുക്കുന്നത്. അതേസമയം ആം ഹോൾ 2 അളവിലാണെങ്കിൽ, അതായത് 2 കൈയും ഇടത് കൈയും വലത് കൈയും വേറെ വേറെ അളവാണെങ്കിൽ നമുക്ക് ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ നിന്ന് ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് 7.25 കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്കിവിടെ 7.25 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ബെസ്റ്റും ചെസ്റ്റും ഒരുപോലെ വരുന്നവർക്കുള്ളത്. അതായത് ചിലർക്ക് ആം ഹോൾ റൗണ്ട് 2 അളവിലായിരിക്കും, വ്യത്യസ്ത അളവിലായിരിക്കും വലത് കൈയുടെ ഇടത് കൈയുടെ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറവുള്ള ആം ഹോൾ ഏതാണോ, അതായത് ഇപ്പം 15 15ഉം 15.5 ആണെങ്കിൽ 15 വരുന്നത് നമുക്ക് ഇടതുവശത്താണെങ്കിൽ അവിടെ നമ്മൾ ടക്കിന് 3/4 ഇഞ്ച് അടിച്ചു കൊടുത്ത്, അതായത് ഫ്രണ്ടിലത്തെ ടക്കിന് 3/4 ഇഞ്ച് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല, കാരണം എല്ലാത്തിലും സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് മാത്രമേ മനസ്സിലാക്കേണ്ടുള്ളൂ. സ്റ്റിച്ചിങ് എല്ലാം കറക്റ്റ് തന്നെയാണ്. മറ്റുള്ള ബ്ലൗസ് കിട്ടുന്ന തയ്ക്കുന്ന പോലെ തന്നെയാണ് തയ്ക്കുന്നത്. ആം ഹോളിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കാണിക്കായിരുന്നു. ഇതിപ്പം ആം ഹോളിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വെട്ടുന്നതിൽ നിർത്താം. നമ്മൾ പുറകുവശം വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വശം നമ്മൾ 2 ആക്കി മടക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ക്രോസ് കട്ട് ചെയ്യാം. ഷോൾഡർ ക്രോസ് ആണോന്ന് അറിയാൻ വേണ്ടി നമുക്കിന്ന് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം.
അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത് കാണില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് ഷോൾഡർ വരുന്ന പോലെ പുറകു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇച്ചിരി കയറ്റി ഇടാം, കാരണം ഇവിടെ വണ്ണം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ഷോൾഡർ വരച്ചു, കൈക്കുഴി കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് കഴുത്തിറക്കം, ഫ്രണ്ട് കഴുത്തിറക്കം 6 ഇഞ്ചാണ്, അത് നമുക്ക് അടയാളപ്പെടുത്താം. 6 ഇഞ്ച് നമ്മൾ കഴുത്തിറക്കം അടയാളപ്പെടുത്തി ഫ്രണ്ടിൽ. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് വരയ്ക്കാം. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടിട്ട് നമുക്ക് സൈഡ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് കൂടുതലിട്ടു, അതായത് ഈ ടക്കിന് വേണ്ടിയിട്ട് കൂടുതലിട്ടു തയ്യൽ തുമ്പ്. ഇത്ര നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഈ പുറകുവശം എടുത്ത് മാറ്റാം. നമ്മൾ ഫ്രണ്ട് വശം ഇത്രയും വരച്ചിട്ടുണ്ട്. നമുക്ക് കഴുത്തിൻ്റെ ഒന്ന് കറക്റ്റ് ചെയ്യാം. കഴുത്ത് റൗണ്ട്, അതായത് വി ആയി പോകാതിരിക്കാൻ നമ്മളിവിടെ 2.5 വീതി കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത് 2.25 കൊടുക്കാം. താഴെ വശത്ത് നമുക്ക് 2.25 കൊടുത്ത് നമുക്ക് ഇച്ചിരി ചെരിച്ച് വരച്ചാൽ അടിവശം വി ആയി പോകാതിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് യു വരച്ചെടുക്കാം. നമ്മൾ ആംഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. കഴുത്ത് നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട് ആയാലും വരച്ചെടുക്കാം. ഇല്ല നമുക്ക് എളുപ്പത്തിൽ എന്ത് വേണേലും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അങ്ങനെ വരച്ചെടുക്കാം. അങ്ങനെ വേണേലും വരച്ചെടുക്കാം. അപ്പോൾ ഇത്ര നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം, അത് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും അളന്നിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബ്ലൗസ് കറക്റ്റ് ആകാതെ പോകും. അപ്പോൾ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം എടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടാം. ശേഷം അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം 12.5 ഇഞ്ചാണ് ഈ കൊച്ചിൻ്റെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ നമുക്ക് അണ്ടർ പോയിൻറ്റിൻ്റെ ഇറക്കം എടുക്കാം. 9.5 ഇഞ്ചാണ് കൊച്ചിൻ്റെ പോയിൻറ്റിൻ്റെ ഇറക്കം വരുന്നത്. അകലം നമുക്ക് 3.5 ഇഞ്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോയിന്റ്. ഞാൻ തിരിച്ചിടാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ വന്നിട്ടുള്ളത്. അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അത് നമുക്കൊന്ന് വരയ്ക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റും. ഇവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് അളവെടുക്കുകയാണ്. അതിനുശേഷം ഈ കൊച്ചിൻ്റെ ടക്കിൻ്റെ വീതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൊച്ചിൻ്റെ ചെസ്റ്റ് അളവ് 30, ബ്രസ്റ്റ് അളവ് 30, അടിയിലത്തെ അതായത് വേസ്റ്റ് അളവ് 25. അപ്പോൾ ഈ 30ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 5 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. 5ൻ്റെ പകുതി എത്രയാണ്? 2.5. അപ്പോൾ 2.5യുടെ പകുതിയാണ് നമ്മളിവിടെ ടക്കായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1.25 നമ്മൾ ടക്കായിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബ്രസ്റ്റും വേസ്റ്റും തമ്മിലുള്ള അകലത്തിൻ്റെ ആ കാൽക്കുലേഷനാണ് നമ്മളിവിടെ ടക്കിൻ്റെ അളവായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ 5 ഇഞ്ചാണ് വന്നത്. 2.5 ഇഞ്ചിൻ്റെ പകുതി, 5ൻ്റെ പകുതി 2.5, 2.5യുടെ പകുതി 1.25. 1.25 നമ്മളിവിടെ ടക്കിൻ്റെ വീതിയായിട്ട് കൊടുക്കേണ്ടത്. എത്ര കൂടുതലുള്ളവർക്കും എത്ര കുറഞ്ഞവർക്കും ഇത് തന്നെയാണ് കണക്ക്. അതായത് ഈ ബ്രസ്റ്റ് അളവും അടിവശത്തെ അളവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ടക്കായിട്ട് കൊടുക്കേണ്ടത്. അത് ചിലർക്ക് ഈ ചെസ്റ്റും ബ്രസ്റ്റും ഒരേ വണ്ണം വരുന്നവർക്ക് ചിലപ്പം ഈ അടിയിലത്തെ വണ്ണം 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. ചില ശരീരപ്രകൃതിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 അളവും 2 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവും. ഈ 2 അളവ് തമ്മിൽ 4 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് തമ്മിൽ 5 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പല ശരീരപ്രകൃതി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരാളിപ്പം യൂട്യൂബിൽ ഒരാളുടെ ബ്ലൗസ് വെട്ടുന്ന കണ്ടിട്ട് നമുക്ക് നമ്മുടെ ശരീരപ്രകൃതി അറിയാതെ ആ ആൾ വെട്ടുന്ന പോലെ നമ്മൾ വെട്ടി തയ്ച്ചാൽ നമ്മുടെ ബ്ലൗസ് കറക്റ്റ് ആവില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയും നമ്മുടെ ശരീരത്തിൻ്റെ അളവുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ വരച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ടക്ക് തമ്മിൽ ഒരേ വലിപ്പമായിരിക്കണം. ഇത് നമുക്ക് 3.25 ഇവിടെ 3.25 നോക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ടക്ക് നമ്മൾ അടിക്കുമ്പോൾ ചേരാതെ കറക്റ്റ് ആകാതെ വരും. ഈ വലിപ്പം തുല്യമാണോ നോക്ക്. അത്രേ ഉള്ളൂ. അപ്പം ഫ്രണ്ട് വശത്തെ കട്ടിങ് നമ്മൾ കഴിഞ്ഞു. ഇത് നമ്മൾ ഇത്രയും വളച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ബ്രസ്റ്റ് കുറവുള്ള കൊച്ചായതുകൊണ്ട് നമുക്ക് അധികം ഇറക്കവും അധികം ഷേപ്പും വേണ്ട.
അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറച്ച് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ കൂടുതലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടക്കിൻ്റെ അളവൊന്ന് അളന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 ഇഞ്ചുണ്ട്, ഇവിടെ നമുക്ക് 5.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് 6.25 ഇവിടെ കിട്ടുന്നുള്ളൂ, നമുക്കിവിടെ 7.5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴിയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൈക്കുഴി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ടക്ക് ഇത് നടുക്ക് നോക്കുക, അതായത് 5 ആണ് 2.5 നമ്മളിവിടെ അടയാളപ്പെടുത്തി വരച്ചു. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് അകലം മതി. ഇവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് അകലത്തിൽ, ഇത് ബ്രസ്റ്റ് കുറവായ കൊച്ചായതുകൊണ്ട് 1.5 മതി. ബ്രസ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് 2 ഇഞ്ച് അകലം കൊടുക്കണം. ഇത് നമുക്കിങ്ങനെ വരയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ആം ഹോൾഡർ ഉണ്ട്, വ്യത്യസ്ത അളവുകളാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് പുറകിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ടിൽ നമ്മൾ ടക്കിൻ്റെ വീതി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 അളവാണ് ആം ഹോളിനെങ്കിൽ നമുക്ക് കൂടുതലുള്ള അളവിലായിരിക്കണം നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കുറവുള്ള കൈക്കുഴി ഏതാണോ, അതായത് ആം ഹോൾ ഏതാണോ അതിൻ്റെ ടക്ക് നമുക്ക് ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് കൂടുതലുള്ള ആം ഹോളിന് അടിക്കുന്നതെങ്കിൽ നമ്മൾ കുറവുള്ള ആം ഹോളിന്, അതായത് ഇപ്പം 15 ആണ് ഒരു ആം ഹോള്, അപ്പുറത്തെ അതായത് വലതുവശത്തെ 15ഉം ഇടതുവശത്തെ 15.5 ആണെങ്കിൽ നമ്മൾ 15.5ക്ക് നമ്മൾ 4 ഇഞ്ചാണ് അടിക്കുക, 15 നമ്മൾ 3/4 ഇഞ്ച് അടിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ഈ കൈക്കുഴി കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഓരോ സെപ്പറേറ്റ് വെട്ടാൻ പറ്റില്ലല്ലോ, ഒന്നിച്ചിട്ടല്ലേ നമ്മൾ വെട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, ഈ ടക്കിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആം ഹോളിനെ കറക്റ്റ് ആക്കുന്നത്. എന്നിട്ട് നമ്മൾ അടിക്കുമ്പോൾ, സൈഡ് അടിക്കുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ട് ആയിരിക്കണം നമ്മൾ കൈ പിടിപ്പിക്കേണ്ടത്. ഇത്ര നമ്മൾ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ടിങ്ങിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചെസ്റ്റും വെസ്റ്റും ഒരേ അളവ് വരുന്നവർക്ക്, അല്ലെങ്കിൽ ആം ഹോളിൽ വ്യത്യാസമുള്ളവർക്ക് കട്ടിങ്ങിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തയ്യലിൽ നമുക്ക് ലാസ്റ്റ് സൈഡ് അടിക്കുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത ശേഷം കൈ പിടിപ്പിക്കാനേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അധികം നമുക്ക് സാധാരണ ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ ഈ ടക്കിൻ്റെ ഇവിടെ നേരെ വെട്ടിയാൽ ഈ ടക്കുകൾ തമ്മിൽ വ്യത്യാസം വരും. അപ്പം നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഇത് അളവുകൾ തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇറക്കവും തുല്യമാണോ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. നമുക്ക് നോച്ചിട്ട് വെക്കാം. ആം ഹോൾ വ്യത്യാസമുള്ളവർ നമ്മൾ ടക്കിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ടക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ബാൻഡ് പീസ് കട്ട് ചെയ്യും. നമ്മൾ കയ്യ് പുറകുവശം മുൻവശം കട്ട് ചെയ്തു. ഇനി നമ്മൾ ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്കിത് പഠിക്കായിട്ട്, തേരുവശം പഠിക്കായിട്ട് എടുക്കാം. നമുക്കിനി ബാൻഡ് കട്ട് ചെയ്യാം. നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടു. അതിന് ശേഷം ഇത് നമുക്ക് ഒരുപാട് ഇറക്കം വേണ്ടാത്ത ആളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴുത്തിൻ്റെ താഴെ വശത്ത് നമുക്ക് 4.5 ഇഞ്ച് വീതി കൊടുക്കാം. വണ്ണം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 6.25 കിട്ടേണ്ടത്, നമുക്ക് 2 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. കഴുത്തും പോകണമല്ലോ. നമുക്കിവിടെ ഇവിടുത്തെ ഈ സൈഡ് വശത്ത് നമുക്ക് 4 ഇഞ്ച് വീതി കൊടുക്കും. ഇവിടെ നമ്മൾ 4.5 കൊടുത്തു, കഴുത്തിൻ്റെ താഴെ നമ്മൾ 4.5 കൊടുത്തു, ഇവിടെ നമ്മൾ 4 കൊടുത്തു. നടുക്കിന് നമ്മൾ കട്ടിങ് വരുന്നത്, അതായത് ടക്ക് വരുന്നിടത്ത് നമ്മൾ 3.5 കൊടുത്തു. അപ്പം ഇവിടെ 4.5, ഇവിടെ 3.5, ഇവിടെ 4, അങ്ങനെ ചേഞ്ചിലാണ് കൊടുക്കുന്നത്. അല്ലാതെ നേരെ നിങ്ങൾ കട്ട് ചെയ്യരുത്. ഇതൊരു ബ്രാക്കറ്റ് ഷേപ്പിലായിരിക്കണം ഈ കട്ടിങ്ങിൻ്റെ ഷേപ്പ് ഉണ്ടാവേണ്ടത്. എന്നാലാണ് നമുക്കിവിടെ അടിവശത്ത്, അതായത് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ അവിടെ ടൈറ്റായിട്ട് വരുള്ളൂ. ഈ ഷേപ്പിലാണ് എൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. സാരി ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ അടിവശം നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ അടിയിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഈ ഷേപ്പിലായിരിക്കണം. ബാൻഡിൻ്റെ മുകൾ വശം കട്ട് ചെയ്യുന്നതും ഈ ഷേപ്പിലായിരിക്കണം.
നമുക്ക് 2 സൈഡിലും ഒരേ അളവ് എടുക്കാം, അത് 5 എടുക്കാം. അപ്പം പക്ഷേ നടുക്ക് നമ്മൾ അതിൻ്റെ കുറച്ച് കൊടുത്തിരിക്കണം. ഇവിടെ 5 എടുത്ത് ഇവിടെ 5 എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ 4 എടുക്കേണ്ടത്. അങ്ങനെ വ്യത്യാസത്തിലെടുക്കണം, എങ്കിലേ നമുക്ക് ഈ ഷേപ്പ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സാരി ബ്ലൗസുകൾക്കും ഹാൻഡിൻ്റെ വീതി അല്ലെങ്കിൽ ഈ അളവ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, ഇറക്കത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസും കൂടെ വേണം. ക്രോസ് പീസ് വേണം, അതെല്ലാം വെട്ടിയിട്ട് കാണിക്കാം. നമ്മൾ കട്ടിങ് മാറിപ്പോകാതിരിക്കാൻ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം, കഴുത്തിൻ്റെ താഴ്വശമാണെന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോസ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യുക. ഒരു പീസും കൂടെ വേണം, അത് കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ശീലം ആയതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാതെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് പീസും എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈ കട്ട് ചെയ്തു, ഫ്രണ്ട് വശം കട്ട് ചെയ്തു, പടി, പുറകുവശം, ബാൻഡ്, ഇത്ര നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചെസ്റ്റും വെസ്റ്റും ഒരേപോലെ വണ്ണം വരുന്ന ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. 2 നമ്മൾ അടിക്കുക, ഇത്രയേ ഉള്ളൂ. വെട്ടുന്ന നേരത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തയ്ക്കുന്നതെല്ലാം സാധാരണ ബ്ലൗസ് വരയ്ക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വെട്ടുന്ന ഈ വീഡിയോ, അതായത് സാരി ബ്ലൗസ് വെട്ടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്